സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയ സംഭവം തന്നെയാണ് പറയാനുള്ളത്. എല്ലാ വാർത്താമാധ്യമങ്ങളും ഇത് തന്നെ കാര്യഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം കേരളം ഭരിച്ച ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് മുതൽ ഇന്നിപ്പോൾ അവസാനം ഭരണമൊഴിഞ്ഞ് പിണറായി വിജയൻ വരെയുള്ള മുഖ്യമന്ത്രിമാരുടെ നിര നോക്കുമ്പോൾ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിൽ മാത്രമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതുപോലെ 8 മണിക്കൂർ നേരം നീണ്ട ഒരു സെർച്ച് നടത്തിയിരിക്കുന്നത്, ഒരു റൈഡ് നടത്തിയിരിക്കുന്നത്. ഈ റൈഡ് നടത്തിയതാവട്ടെ മുഖ്യമന്ത്രിയുടെ മകളായിരുന്ന വീണ വിജയൻ മറ്റൊരു കമ്പനിയിൽ നിന്നും കോടിക്കണക്കിന് രൂപ ഒരു സേവനവും ചെയ്യാതെ കൈക്കൂലി വാങ്ങി, മാസപ്പടി വാങ്ങി, അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ മകൾ ചില കമ്പനികളെ വിരട്ടി പണം വാങ്ങി എന്നുള്ളൊരു കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ED 8.5 മണിക്കൂർ നേരം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനെ ഏതാണ്ട് വീട്ടുതടങ്കലിൽ ആക്കി എന്ന മട്ടിൽ തന്നെയുള്ള ഒരു റെയ്ഡ് നടന്നത്. പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയനും മകൾ വീണ വിജയൻ്റെ മകനും അല്ലാതെ ആ വീട്ടിൽ മറ്റാരെയും നിർത്താൻ ED സമ്മതിച്ചില്ല. എല്ലാ വാതിലുകളും എല്ലാ ഗേറ്റുകളും എല്ലാം ബന്ദോബസ്താക്കി ക്ലോസ് ചെയ്തതിന് ശേഷം മാത്രം ഏതാണ്ട് വീട്ടുതടങ്കലിൽ സർവ്വപ്രതാപങ്ങളോടും കൂടി വാണരളിയ പിണറായി വിജയനെ വീട്ടുതടങ്കലിലാക്കി എന്ന രീതിയിൽ തന്നെയാണ് ED റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിന് ശേഷം EDയെ പ്രതിരോധിക്കാൻ വേണ്ടി റെയ്ഡ് നടക്കുമ്പോൾ തന്നെ CPMകാരുടെ ഒരു വലിയ നിര കണ്ണൂരിൽ പിണറായി വിജയൻ്റെ വീടിന് മുന്നിലും അതുപോലെ തിരുവനന്തപുരത്ത് ബേക്കറി ജംഗ്ഷനിലുള്ള പിണറായി വിജയൻ്റെ വീടിന് മുന്നിലെല്ലാം വൻ ജനാവലിയാണ് തടിച്ചുകൂടിയത്. അവർ വെള്ളം, അതായത് വാട്ടർ ബോട്ടിലുകളും കയ്യിൽ കിട്ടിയ കുറുവടികളും ഹെൽമെറ്റുകളും എല്ലാം കേന്ദ്രസേന കാവൽ നിൽക്കുന്ന പിണറായി വിജയൻ്റെ റെയ്ഡ് നടക്കുന്ന വീടിനകത്തേക്ക് ഈ സേനാംഗങ്ങളെ ലക്ഷ്യമാക്കി വലിച്ചെറിയുന്ന കാഴ്ചയും മാധ്യമങ്ങളിലൂടെ നമ്മളെല്ലാവരും കണ്ടറിഞ്ഞതാണ്. ഇത്രയും സാംസ്കാരിക മൂല്യച്യുതിയുള്ള ഒരു പ്രവൃത്തി അടുത്ത കാലത്തൊന്നും CPMൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതും എടുത്തു പറയട്ടെ. ഈ റെയ്ഡ് വലിയ വിവാദമായി. പിന്നീട് ഉച്ചയ്ക്ക് ഏതാണ്ട് 2:30-ക്ക് ശേഷം റെയ്ഡ് പൂർത്തിയാക്കി ED ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോൾ അവരെ കയ്യേറ്റം ചെയ്യുന്ന രീതി കൂടി തിരുവനന്തപുരത്ത് കണ്ടു. CPM പ്രവർത്തകരാണ് ഏതാണ്ട് 100-300ഓളം പേർക്കെതിരെ, കണ്ടാൽ തിരിച്ചറിയുന്ന ആളുകൾക്കെതിരെ കേസെടുത്തിരിക്കുന്നു. ഇതിൽ ഇപ്പോൾ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതാണ്ട് 16ഓളം ആളുകളാണ് കസ്റ്റഡിയിലായിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുത, EDയുടെ റെയ്ഡിനെ കുറിച്ച് CPM പ്രതിഷേധിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ വീണ വിജയനെ ഒരു കാരണവശാലും ചോദ്യം ചെയ്യാൻ പാടില്ല, റെയ്ഡ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ തരത്തിൽ CPMന് മാത്രമുള്ള പുതിയ ഒരു നിയമവും കോടതിയും പോലീസും ഒക്കെ ഉണ്ട്. നേരത്തെ ജോസഫൈൻ പറഞ്ഞതുപോലെ ഇവർ ഉദ്ദേശിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കാകില്ല. അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇവരെല്ലാവരും ഇന്നലെ ഇടപെട്ടതും ED ഉദ്യോഗസ്ഥരെ കയ്യേറ്റം ചെയ്തതും. അതിനുശേഷം CPM നേതാക്കന്മാരുടെ പത്രസമ്മേളനങ്ങളുണ്ടായിരുന്നു. ഈ പത്രസമ്മേളനത്തിൽ MP ഗോവിന്ദനടക്കം EDയെ അതിനിശിതമായി വിമർശിച്ചു. കണ്ണൂരിലെ തലമുതിർന്ന നേതാവായ P ജയരാജൻ പറഞ്ഞത്, പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തിട്ട് എന്താണ് EDക്ക് കിട്ടിയത്, ഒന്നും കിട്ടിയില്ല എന്ന് അവരെ കൊണ്ട് എഴുതി ഒപ്പുവെപ്പിച്ചതിന് ശേഷം മാത്രമാണ് പറഞ്ഞയച്ചത് എന്നൊക്കെ മനുഷ്യർ കേട്ടാൽ അറയ്ക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ജനതയെ നാണം കെടുത്തുന്ന രീതിയിൽ ചില വർത്തമാനങ്ങൾ ഇപ്പോൾ P ജയരാജൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. എന്നാൽ നമ്മൾ വാർത്താമാധ്യമങ്ങൾ പിന്നീട് അറിഞ്ഞത് പിണറായി വിജയൻ്റെ മകളായ വീണ വിജയൻ്റെ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നു ED. അവിടെ നിന്ന് വീണ വിജയൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റുകൾ അടക്കമുള്ള വിലപ്പെട്ട രേഖകൾ ED കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. ഏതാണ്ട് 212-ലധികം അക്കൗണ്ട് വീണ വിജയനുണ്ട്. ഇതിലായി ഏതാണ്ട് 19 കോടി രൂപയുടെ ഡെപ്പോസിറ്റും കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വീണ വിജയൻ വലിയ പ്രതിസന്ധിയിലാകുന്ന തരത്തിലുള്ള പല തെളിവുകളും EDക്ക് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വസ്തുതകൾ ഇങ്ങനെ ആയിരിക്കുമ്പോഴാണ് CPM അണികളെയും പ്രവർത്തകരെയും തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വെറുതെ കമഴ്ത്തി വെച്ച കുടത്തിന് മുകളിൽ വെള്ളം ഒഴിക്കുന്ന രീതിയിൽ കള്ളം തന്നെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത്? കേരളത്തിൻ്റെ രാഷ്ട്രീയ അവബോധത്തെ എങ്ങോട്ട് നയിക്കുന്നു? CPM എന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇതെന്തു പറ്റി എന്നുള്ളതാണ് ചോദ്യം. എന്താണ് രാജ്മോഹൻ സാറിന് ഇതിന് പറയാനുള്ളത്? പ്രദീപിനോട് പറയാനുള്ളത്, നമ്മൾ ഇതിനകത്ത് കൂടുതൽ ആവേശം കാണിക്കുന്നു. ഫസ്റ്റ് ഇവരുടെ ആദ്യത്തെ പ്രൊമിസ് എന്ന് പറയുന്നത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കാൻ, CPMൻ്റെ രാഷ്ട്രീയ നേതാവിനെ രാഷ്ട്രീയമായിട്ട് ഇല്ലാതാക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തുന്നതാണ്. അതിന് ഇവിടുത്തെ കോൺഗ്രസ് ഗവൺമെൻറ് രാഹുൽ ഗാന്ധി വരെ ഒത്താശ ചെയ്ത് കൊടുക്കുന്നു എന്നുള്ള ആരോപണമാണ് പറഞ്ഞത്. ഒന്ന് സ്വയം ഓരോ സഖാവും, നമ്മളെ കേൾക്കുന്ന ഏതെങ്കിലും സഖാക്കളുണ്ടെങ്കിൽ ഒന്ന് സ്വയം ചോദിക്കുക, മോഡിയെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ BJP ഗവൺമെൻറ്റിനെ എന്ത് ചെയ്യാൻ പിണറായി വിജയനോ പിണറായി വിജയൻ്റെ പാർട്ടിക്കോ പറ്റും? ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടണോ?
അതുപോലെ 2 മെമ്പർമാരിരുന്ന് പിട്ടാസം വേറെ ഇരുന്ന് രാജ്യസഭയിലോ എല്ലാം കൈവെക്കും, ലോകസഭയിൽ ഒരാൾ കൈവെക്കും. ഇതിനപ്പുറത്തേക്ക് ഏത് തരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധി പേടിപ്പിച്ചാൽ പേടിക്കേണ്ടി വരും മോഡി. 2 3 ഗവൺമെൻറ്റുകൾ തമ്മിലുള്ള നിയന്ത്രണമുണ്ട്. നാളെ 2 3 ഗവൺമെൻറ്റുകൾ എക്സ്ട്രാ കിട്ടാനും സാധ്യതയുണ്ട്. ഇവർക്ക് എന്നാ പറയാനുള്ളൂ? ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ അധികാരമുണ്ടോ? ആകെ കുറേ അംഗൻവാടിയും യൂണിവേഴ്സിറ്റി കോളേജിലെ പിള്ളേരുമുണ്ട്. പിന്നെ രണ്ടാമത്തത്, ഇന്നലത്തെ സംഘർഷം ഒത്തിരി വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. രക്തസാക്ഷിയെ സൃഷ്ടിക്കുക, അതിനേക്കാൾ കൂടുതലായി സംഘർഷം ഉണ്ടാക്കി എന്ന് വരുത്താനുള്ള ശ്രമം മാത്രമാണ് നടത്തിയിരുന്നത്. യഥാർത്ഥത്തിൽ ഇഡിയെ ആക്രമിക്കാനാണ് അവർ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ ഏതെങ്കിലും അംഗൻവാടിയിലെ SFIക്കാരോട് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കുന്ന PDക്കാരെ SFIക്കാരോട് പറഞ്ഞാൽ തോക്കോ ബോംബോ എന്തായുധം വേണേൽ വടിവാളോ എന്തായുധം വേണേൽ ഈസിയായിട്ട് കിട്ടിയേനെ. ഈ പൊട്ടുന്ന ഇഷ്ടിക കഷ്ണം വടിയായിട്ട് പോകേണ്ട ആവശ്യമില്ല, പ്ലാസ്റ്റിക് ബോട്ടിലുമായിട്ട് പോകേണ്ട ആവശ്യമില്ല, ഹെൽമെറ്റ് വേറെ ചുരുക്കത്തിൽ കിട്ടിയതാണ്. ആ സ്ഥിതിക്ക് ഇവർ ആ രീതിയിലൊരു ആക്രമണം നടത്താൻ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ഇവിടെ സംഘർഷമുണ്ടായി എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുകയും CPMനെ BJP ആക്രമിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വാർത്ത പ്രചരിപ്പിച്ച് ഇവിടെ ന്യൂനപക്ഷം അല്ലെ മുസ്ലിം ജനവിഭാഗം BJPയോട് കേൾക്കുമ്പോൾ അലർജിയാണ്. ആ അലർജി ഇപ്പം പിണറായി CPMും BJP ആയിട്ടാണ് തർക്കം എന്ന് വരുത്തി ആ അകന്നുപോയ മുസ്ലിം ന്യൂനപക്ഷത്തെ തങ്ങളുടെ ചേരിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ള ഒരു രാഷ്ട്രീയ ഗൂഢനീക്കം അവിടെ ഉണ്ട്. അല്ലെങ്കിൽ ഇന്നലെ ആക്രമണം എന്തുമാത്രം നടത്തായിരുന്നു? ഞാൻ അത്ഭുതപ്പെട്ടു പോയി. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ് മാത്രം വിചാരിച്ചാൽ മതി. സർ, ഇത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ്. കേരളത്തിൻ്റെ നീതിന്യായ വ്യവസ്ഥയിൽ കേട്ടുകേൾവില്ലാത്ത ഒരു സംഭവമാണ്. ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്നു എന്നതിൻ്റെ പേരിലാണ് വീണയെ തേടിയാണ് ED എത്തിയത്, മുഖ്യമന്ത്രിയെ തേടിയല്ല. അതിന് ഇപ്പോൾ CPM കൊടുക്കുന്ന ഒരു പരിപ്രേക്ഷ്യം മുഖ്യമന്ത്രിയെ പൂട്ടുന്നതിന് വേണ്ടി വീണയെ കരുവാക്കി എന്നുള്ളതാണ്. വീണ വിജയൻ CMR എന്ന കമ്പനിയിൽ നിന്ന് 1,72,00,000 രൂപ വാങ്ങി എന്നുള്ളത് ആദായ നികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ രാഷ്ട്രീയക്കാർക്ക് ഏത് തരത്തിലാണ് താല്പര്യമുള്ളത്? ഈ കേസിൽ CMRൽ നികുതി അടച്ച് തടിയൂരിയിട്ടുള്ളതാണ്. അവർ കൃത്യമായ രീതിയിൽ അവരുടെ ഡയറിയിലുള്ള മറ്റ് വിവരങ്ങൾ കൂടി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. അതായത് PV എന്ന് പറഞ്ഞൊരാൾക്ക്, KK എന്ന് പറഞ്ഞൊരാൾക്ക്, RC എന്ന് പറഞ്ഞൊരാൾക്ക്, OC എന്ന് പറഞ്ഞൊരാൾക്ക് ഒക്കെ കോടിക്കണക്കിന് രൂപ CMRൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു കമ്പനി സുഗമമായി നടത്തിക്കൊണ്ടു പോകുന്നതിന് രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിലുള്ള മാധ്യമ രംഗത്തുള്ള പലർക്കുമെല്ലാം അവർ പണം കൊടുത്തിട്ടുണ്ട്. അതിന് കൃത്യമായ കണക്ക് അവർ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ RC എന്ന് പറഞ്ഞ രമേശ് ചെന്നിത്തല, KK എന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി, OC ഉമ്മൻചാണ്ടി എന്നൊക്കെ പറയുമ്പോൾ അവരത് അംഗീകരിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ഫണ്ട് വേണ്ടിയിട്ട് ഇത്തരം കമ്പനികളെയൊക്കെ സമീപിക്കുമ്പോൾ അവർ ഫണ്ട് തന്നിട്ടുണ്ട്. അത് ഏതെങ്കിലും നേതാക്കന്മാരുടെ അക്കൗണ്ടിൽ മേടിച്ചിട്ട് പിന്നീട് പാർട്ടിയിലേക്ക് അത് വക മാറ്റിയിട്ടുണ്ടെന്ന് ഇവരെല്ലാവരും സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ അതിൽ പറയുന്ന ആ ബുക്കിൽ എഴുതി വച്ചിരിക്കുന്ന PV ഞാനല്ല എന്ന് പറഞ്ഞത് രംഗത്ത് വന്നത് പിണറായി വിജയൻ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ മകളുടെ കേസിൽ അന്വേഷണം നടത്തുന്ന ED തീർച്ചയായും ആ ഡയറിയിലുള്ള പേരുകാരെയൊക്കെ അന്വേഷിക്കുമ്പോൾ PV ആരാണ്, അല്ലെങ്കിൽ OC, KK, RC എന്നുള്ള ആളുകളിലേക്കും എല്ലാം അന്വേഷണം ചെറുതായിട്ട് നടപെടട്ടെ. തീർച്ചയായും ഇപ്പോൾ ഈ സംശയം PV ആരാണെന്നുള്ള സംശയം ഇന്ന് 3-ാം ടൈം പിണറായി വിജയൻ സ്ഥാനത്ത് മുഖ്യമന്ത്രി ആയിരിക്കുന്നെങ്കിൽ PV എന്ന് പറയുന്ന ആൾ അൻവറാണെന്ന് വരുത്തിയാൽ, PV അൻവറാണെന്ന് വരുത്തിയാൽ അങ്ങനെ രക്ഷപ്പെടാനുള്ള മാർഗം നോക്കും. അതിനാ പറഞ്ഞ് ഞാൻ എൻ്റെ പേരായിരിക്കണം എന്നില്ല. ഭാഗ്യം കൊണ്ട് അന്ന് അൻവറൊന്നും ഫ്രെയിമിലില്ല. എന്തായാലും ഇപ്പോൾ ആ രീതിയിലേക്ക്, ആ ഡയറിയിൽ കണ്ട പേരുകളിലേക്ക് കൂടി EDയുടെ അന്വേഷണം ചെല്ലും എന്നുള്ളതാണ് ഇപ്പോൾ പുതിയ വാർത്താവിശേഷങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരളം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയുടെയും വീട്ടിൽ ED ഇതുപോലെ കടന്നു കയറി മുഖ്യമന്ത്രിയുടെ കുടുംബക്കാർ നടത്തിയ അഴിമതിയെക്കുറിച്ചൊരു അന്വേഷണം നടന്നിട്ടില്ല. ഇത് എന്തുകൊണ്ടാണ് CPM പ്രവർത്തകർക്ക് മനസ്സിലാകാത്തത് എന്നുള്ളതാണ് ഏറെ അതിശയകരം. 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ ദയനീയമായ പരാജയത്തിന് ഉത്തരവാദി പിണറായി വിജയനും MV ഗോവിന്ദനും തന്നെയാണ് എന്നുള്ള രീതിയിൽ കേരളത്തിലെ എല്ലാ ജില്ലാ കമ്മിറ്റികളും ഏരിയ കമ്മിറ്റികളുമെല്ലാം പിണറായി വിജയനെയും MV ഗോവിന്ദനെയും കോർണർ ചെയ്ത് ആക്രമിക്കുന്ന സന്ദർഭത്തിലാണ് പിണറായി വിജയന് വീണ് കിട്ടിയൊരു അവസരമായി ഇത് മാറുന്നത്. കാരണം ഇപ്പോൾ പിണറായി വിജയൻ്റെ മകളുടെ പേരിൽ പിണറായി വിജയനെ പൂട്ടാൻ വേണ്ടി വരുന്ന കേന്ദ്ര സർക്കാരിൻ്റെ നീക്കങ്ങളെ ഞങ്ങൾ കഴുകിയും കെട്ടി നോക്കി നിൽക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ ഇടങ്ങളിലും പിണറായി വിജയന് അനുകൂലമായി പ്രകടനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ 2026 പാർട്ടിക്കുണ്ടായ ആ ഡാമേജ് വീണ്ടും സംരക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി, ആ പരിക്കുകൾ മാറ്റുന്നതിന് വേണ്ടി പിണറായി വിജയൻ്റെ വീട്ടിലുണ്ടായ ഈ റെയ്ഡിന് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും എന്താണ് കത്തിക്കരിഞ്ഞ് തൂവലിൻ്റെ ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷി ഉയർത്തെഴുന്നേൽക്കുന്ന പോലെ പിണറായി വിജയൻ്റെ മകളുടെ ഈ ED റെയ്ഡിലൂടെ CPMന് ഒരു തിരിച്ചുവരവുണ്ടാകും എന്നൊക്കെയാണ് പല CPM അനുഭാവികളും സോഷ്യൽ മീഡിയകളിൽ അതെ അഭിപ്രായപ്പെടുന്നത്. അപ്പോൾ എന്തായാലും ഈ EDയെ സംബന്ധിച്ചിടത്തോളം EDയെ ആക്രമിച്ചുകൊണ്ടൊന്നും ഈ കേസിൽ നിന്ന് ED പിന്നോട്ട് പോകാൻ സാധിക്കില്ല.
ഒരു കാരണവശാലും ഇ ഡി മാറില്ല. മാത്രമല്ല ഇനിയും ഇവർക്ക് ഏതെങ്കിലുമൊക്കെ കോടതികളിൽ ഹർജി കൊടുത്ത് തടസ്സ ഹർജി ഉന്നയിക്കാനുള്ള സമയം പോലും കൊടുക്കാതെ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ അടക്കമുള്ള ആളുകൾക്ക് സമൻസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തിയോ അല്ലെങ്കിൽ വീണ്ടും വീണ വിജയൻ താമസിക്കുന്ന ഇടങ്ങളിലേക്ക് കൂടുതൽ സന്നാഹത്തോടു കൂടി ഇ ഡി വരും എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് CPM-ൻ്റെ ഇത്തരം ചക്കളത്തി പോരാട്ടങ്ങൾ കൊണ്ടോ പൊറോട്ട് നാടകങ്ങൾ കൊണ്ടോ ഭീഷണി കൊണ്ടോ ഒന്നും ഒരു കാരണവശാലും കേന്ദ്ര അന്വേഷണ ഏജൻസി മുട്ടുമടക്കും എന്നുള്ളത് CPM-കാർ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെയാണ് ധരിക്കുന്നതെങ്കിൽ ഇതിൽ പരം വിഡ്ഢിത്തം CPM-ന് ഇല്ല എന്ന് വേണം പറയാൻ. നാളെ ഈ വിഷയത്തിൽ എന്തുമാത്രം മുമ്പോട്ട് പോകുന്നുള്ള കേരളത്തിൻ്റെ ജനങ്ങളറിയേണ്ട ആവശ്യമുണ്ട്. കാരണം രാഷ്ട്രീയ കക്ഷികളെ ഇപ്പം പാർട്ടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. രാഷ്ട്രീയ കക്ഷികളുടെ കാഴ്ചപ്പാടുകളെയും പ്രവർത്തനങ്ങളെയും വീക്ഷിക്കുന്ന ഒരു സംഘം, ഒരു തലമുറ ഈ രാജ്യത്തുണ്ടായിട്ടുണ്ട്. അവർ രമേശിൻ്റെയും സതീശൻ്റെയും പിണറായി വിജയൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെയും നിലപാടുകളെ അവർ വീണു. ഇതിൻ്റെ അകത്ത് ഷോൺ ജോർജിന് ഇത്രയും മൈലേജ് കിട്ടാൻ കാരണം എന്താ? എന്തുകൊണ്ടാണ് ഷോൺ ജോർജ് ഇത് പഠിക്കേണ്ട വിഷയമാണ്. അല്ല, അങ്ങനെ നിലപാടുകൾ സുതാര്യമാണെന്നുണ്ടെങ്കിൽ, അതിൽ ആദർശമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളത് അംഗീകരിക്കും. സതീശൻ സ്വന്തം അനുഭവത്തിന് പഠിച്ച ആളാണ്. നിലപാടിൻ്റെ ബലം. അതെ, കൊടികളുടെ നിറത്തിന്റെ വ്യത്യാസമൊന്നും അവിടെ ജനങ്ങൾ കണക്കിലെടുക്കില്ല. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രം തന്നെയാണ് വലുത്. രാഷ്ട്രത്തിന്റെ അഭ്യുന്നതിക്ക് വേണ്ടി ആരെന്ത് പറയുന്നതോ അത് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ യുവാക്കൾ കണക്കിലെടുക്കും. എന്താണ് ചീഫ് ജസ്റ്റിസിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പാർട്ടി പരാമർശം വന്നു കഴിയുമ്പോൾ കൃത്യമായിട്ട് ഈ ഇന്ത്യയിലെ യുവത അതിനെതിരെ പ്രതികരിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എല്ലാവരും കണ്ടിരിക്കണം. അത് അക്ഷരാർത്ഥത്തിൽ കേന്ദ്ര ഭരണകൂടത്തെ ഞെട്ടിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത. അത് എങ്ങനെ വോട്ടായി മാറും എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ നാട്ടിൽ നടക്കുന്ന ചെറുതും വലുതുമായ വിഷയങ്ങളിൽ ഈ നേതാക്കന്മാർ കൊടുക്കുന്ന ക്യാപ്സൂളുകൾക്ക് ഉപരിയായി അത് വിഴുങ്ങി കാര്യങ്ങൾ അതുപോലെ മനസ്സിലാക്കാതെ സ്വന്തം തലച്ചോറ് ഉപയോഗിച്ച് ചിന്തിക്കുന്ന ഒരു ജനത ഇവിടെ പുറത്തുണ്ട് എന്നുള്ളത് ഇവർ മനസ്സിലാക്കിയാൽ നല്ലത്. പി ജയരാജൻ പറഞ്ഞതുപോലെ അവിടെ നിന്ന് യാതൊന്നും കണ്ടെത്താൻ ഇ ഡിക്ക് പറ്റിയില്ല, എഴുതി ഒപ്പുവെച്ച് കൊടുത്തിട്ടാണ് ഇ ഡി പോയതെന്നൊക്കെ പറയുമ്പോൾ വെറുതെ ആടിനെ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഈ CPM-ൻ്റെ സംസ്കാരം ഇനിയും അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനിയും അവശേഷിക്കുന്ന CPM കൂടി കേരളത്തിൽ ഇല്ലാതെയാകും എന്ന് വേണം പറയാൻ. എന്തായാലും ഇ ഡി നടപടികൾക്ക് യാതൊരു തരത്തിലുള്ള ഇളവുകളും ഉണ്ടാകില്ല. കുറ്റക്കാരെ അവർ കണ്ടെത്തും, നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ അവരെ ശിക്ഷിക്കാൻ പാടില്ല. കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നിയമാനുസൃതമായ രീതിയിൽ അവർ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് തന്നെ നമുക്ക് പറയാനുള്ളൂ. നന്ദി.